ചില ആളുകൾ വീണ് കഴിഞ്ഞാൽ എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകാറുണ്ട്. അല്ലെങ്കിൽ ചിലരിൽ നഖവും പല്ലും പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. ഇത് ഹൈപ്പോകാൽഷ്യമia അഥവാ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നതാണ്. പ്രധാനമായും സ്ത്രീകളിൽ മെനോപോസ് അഥവാ അവരുടെ ആർത്തവചക്രം നിൽക്കുന്ന സമയത്ത് ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് നന്നായി കുറയുന്നു. ഈ സമയത്തുണ്ടാകുന്ന ചെറിയ വീഴ്ച പോലും അവരുടെ എല്ലുകൾക്ക് ക്ഷതമുണ്ടാക്കാറുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാൽഷ്യത്തിൻ്റെ അളവ് 8.5 to 10.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എന്ന അളവിലാണ് നോർമൽ ലെവലായി കണക്കാക്കുന്നത്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഉണ്ടാകുന്ന വേദന, മരവിപ്പ്, മസിൽ പിടുത്തം, വരണ്ട ചർമ്മം, മുടി കൊഴിച്ചിൽ, മുടി പെട്ടെന്ന് പൊട്ടിപ്പോവുക, മുടി വളരാതിരിക്കുക, ഓർമ്മക്കുറവ്, ക്ഷീണം, ഡിപ്രഷൻ, നഖങ്ങളിൽ വെളുത്ത പാടുണ്ടാവുക തുടങ്ങി നിരവധി ലക്ഷണങ്ങൾ കാൽഷ്യം ശരീരത്തിൽ കുറയുമ്പോൾ കാണപ്പെടുന്നു. ദിവസവും 1000 മില്ലിഗ്രാം എങ്കിലും കാൽഷ്യം നാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പാലും ചീസ്, യോഗേർട്ട് തുടങ്ങിയ പാലുൽപ്പന്നങ്ങൾ, മുട്ടയുടെ വെള്ള, ചെറിയ മീനുകൾ, ചീര പോലത്തെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, മധുരക്കിഴങ്ങ്, പൈനാപ്പിൾ, ഓറഞ്ച്, കിവി, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി തുടങ്ങിയ ഫ്രൂട്ട്സുകൾ, സോയ മിൽക്ക്, സോയ നട്ട്സ് പോലത്തെ സോയ പ്രൊഡക്ട്സുകൾ ഇവയെല്ലാം നമുക്ക് ഭക്ഷണത്തിലൂടെ കാൽഷ്യം ലഭ്യമാക്കുന്ന നാച്ചുറൽ സോഴ്സുകളാണ്.